ഹായ് ഗൈസ്, ഇന്ന് പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലാണ് ഉള്ളത്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഉള്ളത്. ഞാനാണെങ്കിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത്. എല്ലാ പിള്ളേരും ഉറങ്ങി സെറ്റായിട്ട് അവരുടെ ഉറക്കമൊക്കെ മാറ്റിയിട്ടാണ് വന്നെങ്കിൽ ഞാൻ ഔട്ടിങ്ങിന് പോയി അടിച്ചു പൊളിച്ചിട്ടാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത്. അറുമാതിച്ച് ഉല്ലസിച്ച് നൈറ്റ് ഡ്യൂട്ടിയാണെങ്കിൽ ഇന്ന് എനിക്ക് പണിയൊന്നും കാണത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്നപ്പോൾ താണ്ട് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ICU 3. നമുക്ക് ആക്ച്വലി അവിടെ ഫോണൊന്നും അലോഡല്ല, പക്ഷേ പണിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാനാണേ കുറച്ച് ടോഡലിംഗ് ഒക്കെ വരയ്ക്കാനാണ്. ഞാൻ എല്ലാം ഒന്നും എടുക്കത്തില്ല, ഒരു കസേര, ഒരു ക്ലോക്ക്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഒന്ന് എടുത്തോട്ടേന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു 5 മിനിറ്റ് തരാം, ആ 5 മിനിറ്റിൽ ഫോൺ യൂസ് ചെയ്യാം, പിന്നെ ഫോൺ ഈ പരിസരത്ത് കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ആ 5 മിനിറ്റിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോഡലിംഗ് ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് കൈ തുടയ്ക്കാൻ വെച്ചിരിക്കുന്ന അവിടുത്തെ ഒരു ഹാൻഡ് ടിഷ്യൂ പേപ്പർ വലിച്ചു കീറിയിട്ട് അതിനകത്താണ് ഞാൻ ഡോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഫോൺ 5 മിനിറ്റിനുള്ളിൽ വരച്ച് തീർക്കുകയും ചെയ്യണം. ആ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നിരങ്ങി പോകുന്നൊരു ടിഷ്യൂ പേപ്പർ, വരയ്ക്കാനായിട്ടൊട്ടും പറ്റുന്നില്ല. ഈ വരയ്ക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ടുള്ള ഒരു സാവകാശം അവിടെ ഇല്ലായിരുന്നു. അതായിരുന്നു മെയിൻ റീസൺ. നൈറ്റ് ഡ്യൂട്ടി ആണെന്നും പറഞ്ഞ് ഫോണൊന്നും എടുത്ത് യൂസ് ചെയ്യാനായിട്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. 5 മിനിറ്റ് വരെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ പോസ്റ്റിങ്ങിന് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്, പക്ഷേ അത് വേറെ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് മാത്രം. അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം അതിൽ 3 പേഷ്യൻസും വെന്റിലേഷനിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാനാണ്? അവരാണെങ്കിൽ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലാണല്ലോ കിടക്കുന്നത്. അപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻ കൊടുക്കണം. അതൊക്കെ സിസ്റ്റേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പോസ്റ്റിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട ചെറിയ ചെറിയ കെയർ ഒക്കെ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇല്ലായിരുന്നു കേസ്, നല്ല പോസ്റ്റിംഗ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിക്കാൻ മറന്നുപോയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. അവിടുത്തെ ഓരോ പേഷ്യൻസിൻ്റെ ഫയൽ നോക്കിയിട്ട് അവരുടെ ഓരോരുത്തരുടെ ഡയഗ്നോസിസ് എന്തുവാന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് മറന്നുപോയിട്ട് പിന്നെയും അതിനെപ്പറ്റി ഒരു എസ്സേ തന്നെ ഞാൻ അവിടെ റിയലൈസ് ചെയ്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. പോസ്റ്റിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് പോസ്റ്റിംഗ് വീഡിയോസൊന്നും ഞാൻ നിങ്ങൾ കാണിക്കാത്തത്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെയുള്ള ഡോഡിൽസ് ഞാൻ അവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. മറ്റേ കറങ്ങുന്ന കസേര, അവിടുത്തെ ക്ലോക്ക്, പിന്നെ പേഷ്യൻസിൻ്റെ നെയിം ബോർഡ്, പിന്നെ കാർഡിയാക് ടേബിൾ, ഷോൾഡർ ബാഗ്, പിന്നെ എന്തൊക്കെയോ ഡ്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ്, വെളിയിൽ കണ്ട ഒരു പന, അതിൻ്റെ ഒരു ലൈറ്റ്, എന്തൊക്കെയോ സാധനം ഞാൻ അവിടെ വരച്ചു. എന്നിട്ട് പോസ്റ്റിംഗ് ഡ്യൂട്ടീസ് എന്ന് ഒരു ഹെഡിങ് കൊടുത്തു. കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് ICU 3 ഉള്ളത്. ഞാൻ അവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി പണിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര പട്ടി സ്നേഹം. ആ പട്ടിയിടയ്ക്ക് അത് രസിച്ച് നിൽക്കുന്നു. ഭയങ്കര ക്യൂട്ട് പട്ടി. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത പോസ്റ്റിംഗ് ഡ്യൂട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.